ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയ. പറന്നുപോ എഴുത്തുകാരനും സംവിധായകനുമായ റാം സംവിധാനം ചെയ്ത പുതിയ ചിത്രം. ഈ സിനിമ കാണാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ചിത്രമായതുകൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് തങ്കമീൻകളും പേരൻപോ. അപ്പൊ ഈ സിനിമകളൊക്കെ തന്നെ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലി ഹൈ ആയിട്ട് അതിന്റെ ഒരു വേറൊരു തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട സിനിമകളാണ്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്ത സംവിധായകന്റെ സിനിമ കാണാനായിട്ട് കയറിയപ്പോൾ ഇതിന്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ കുറച്ച് സർപ്രൈസ്ഡ് ആയി. കാരണം ഇതിന്റെ അവതരണം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, വളരെ ലൈറ്റ് ആണ്. ഇതൊരു റാം സിനിമയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അവതരണമല്ല. ജോലിയുള്ള രണ്ട് അച്ഛനമ്മമാർ, അതുകൊണ്ട് തന്നെ ചെറുക്കനെ വീട്ടിലിരുത്തിയിട്ട് അവൻ ഓൺലൈൻ ക്ലാസ് ആണ്, അവൻ വീട്ടിലിരുത്തിയിട്ട് ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ട പോലത്തെ അവസ്ഥയിലാണ് പുള്ളി. അങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു പിടിച്ചൊരു ചെറുക്കൻ, ഒരു 3ാം ക്ലാസ്സുകാരൻ അൻപ്. അപ്പൊ ഈ ഒരു കുട്ടിയുടെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവന്റെ കുസൃതികൾ, കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഒരു റാം സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എക്സിക്യൂഷൻ അല്ല സത്യത്തിൽ തുടക്കത്തിൽ കിട്ടിയത്. പടം തുടങ്ങുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പാട്ടിലാണ്. അപ്പൊ ഇതിന്റെ പാട്ട് എന്ന് പറയുന്നത് വളരെ ഡിസ്ക്രിപ്റ്റീവാണ്. ഇങ്ങനെ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്തു തരുന്ന പോലെ, അതായത് പലപ്പോഴും കാഴ്ചകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയൊക്കെ ഉള്ള സംവിധായകരിൽ ഒരാളാണ് റാമോ. ഒക്കെ നേഴ്സറി റൈം ഇപ്പൊ പാടുന്ന പോലെയുള്ള പാട്ടുകളാണ്. ആ സിറ്റുവേഷനെ കൂടുതൽ വിശദീകരിച്ച് തരുന്ന രീതിയിലുള്ള പാട്ടുകൾ ഇതിന്റെ പിന്നണിയിലൂടെ വരുന്നുണ്ട്. പക്ഷെ സിനിമ പുരോഗമിക്കുന്തോറും നമുക്കത് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ, ഈ സിനിമ കാണുന്ന ഒരു കൊച്ചു കുട്ടിക്ക് പോലും എന്താണ് ഇവിടെ പറയുന്നത്, എന്താണെന്നുള്ളത് മറ്റൊരാളുടെ സഹായം പോലും ഇല്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് ലൈറ്റ് ആൻഡ് സിമ്പിൾ. പ്ലസ് ഈ പറയുന്ന പാട്ടുകൾ ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികളിൽ കൂടെ പറയുന്ന പാട്ടുകൾ കൂടെ വരുമ്പോൾ ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന അവതരണം, അത് ഇന്റൻഷനലി ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഈ സിനിമ. ഇതിന്റെ ഒരു മെയിൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ കുട്ടികളെ വളർത്തേണ്ടി വരുന്ന, രണ്ടുപേർക്കും ജോലിയുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ ദമ്പതികൾ, അത്തരത്തിലുള്ള ഒരു കുടുംബത്തിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പം പലപ്പോഴും അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെയാകുന്ന കുട്ടികളാണ് ഇവരൊക്കെ പലരും. അപ്പം മാതാപിതാക്കൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അവരെ കൊണ്ട് കഴിയാവുന്നതെല്ലാം ഇല്ലാത്ത കാശ് EMI സ്കീമിൽ ഉണ്ടാക്കി ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അവർക്ക് അവരെ കൊണ്ട് പറ്റത്തില്ലെങ്കിലും വലിയ വിദ്യാഭ്യാസം, വലിയ ആൾക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവരെ ഇല്ലാത്ത കാശ് മുടക്കി ചേർത്ത് പഠിപ്പിക്കുന്ന മിഡിൽ ക്ലാസ്സിൽ നിന്നും വന്നിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിന്റെ കഥയാണ്. ഈ സിനിമയിലെ ചെറിയൊരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് അത് ഡെലിബറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കുറെ പേരുകളാണ്. അതായത് രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ കല്യാണം കഴിക്കുന്നു. ഈ രണ്ട് പേരെന്ന് പറയുന്നത് ശിവ അവതരിപ്പിക്കുന്ന ഗോകുലും ഗ്രേസ് ആന്റണി അവതരിപ്പിക്കുന്ന ഗ്ലോറിയും. ഇവർക്ക് രണ്ടും ഉണ്ടാകുന്ന മകന്റെ പേരെന്ന് പറയുന്നത് അൻപ്. അത് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഈ കഥ പുരോഗമിക്കുമ്പോൾ ഇതിനിടയിൽ വെച്ചിട്ട് ഒരു വഴിയമ്പലം പോലെ ഒരു സ്ഥലത്ത്, അതായത് വീടും കൂടും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ, അയാളുടെ അടുത്ത് പേര് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയുന്നത് എംപറർ. നമ്മളുടെ അൻപിനെ ഒരു മരങ്കയറ്റം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ സഹായിക്കുന്നുണ്ട്. അവൻ ആ ഒരു പർട്ടിക്കുലർ സീനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ വന്നു പോകുന്നുണ്ട്. അവന്റെ പേര് ചോദിക്കുമ്പോൾ അവനോട് പറയും ധർമ്മ ദ ഗ്രേറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ അവന്റെ ധർമ്മം, അല്ലെങ്കിൽ അൻപിന്റെ ജീവിതത്തിൽ ഇത് ചെയ്യുക എന്നുള്ളതായിരുന്നു അവന്റെ ധർമ്മം എന്ന് പറയുന്ന പോലത്തെ പേരുകളൊക്കെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെയാണ് ഈ പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത്, പേരിടിയിൽ പരിപാടിയിൽ. അതേപോലെ തന്നെ ഗോകുലിന്റെ ചൈൽഡ്ഹുഡ് ക്രഷായിട്ട് വരുന്നത് വനിത, നമ്മുടെ അഞ്ജലി അവതരിപ്പിക്കും. വനിത എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു മൊത്തത്തിൽ ഒരു പൊതുവായ ഒരു പലരുടെയും ചൈൽഡ്ഹുഡ് ക്രഷ് എന്നുള്ള ഒരു മെറ്റഫോറിക്കലി അതിനെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്തിലേക്ക് വരുമ്പോൾ വനിതയുടെ ഭർത്താവ് ഗുണശേഖരൻ, ഇവര് ഒരു റോഡ് ട്രിപ്പ്, പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ ഒരു ദിവസം ഒരു റോഡ് ട്രിപ്പിലേക്ക് പോകുന്നതാണ്. അതിനിടയിൽ 1-2 ഇവർക്ക് സ്റ്റേ ചെയ്യേണ്ടി വരുന്നു. അതിലൊന്നാണ് ഈ പറയുന്ന വനിതയുടെ കുടുംബം എന്ന് പറയുന്നത്. അതിൽ വനിതയുടെ ഭർത്താവായിട്ട് നമ്മുടെ സ്വന്തം അജു വർഗീസ് ആണ് വരുന്നത്. അജു വർഗീസ് ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ്. ഇവർക്കിടയിൽ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ട്. അവർ സ്കൂട്ടറിൽ പോകുമ്പോൾ അജു വർഗീസിന്റെ ക്യാരക്ടർ ഇതുപോലെ പറയും, ഒത്തിരി ഒന്നുമില്ല, ഇത്ര കാര്യങ്ങൾ വിളമ്പുന്ന ഒരു ചെറിയൊരു ഹോട്ടലാണ്, ക്വാണ്ടിറ്റി ഒന്നും നോക്കാതെ ക്വാളിറ്റി നോക്കുന്ന, മായം ചേർത്ത അളവ് കൂട്ടാതെ കൊടുക്കുന്നത് നല്ല ഗുണമേന്മയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ ഈ ചൈൽഡ്ഹുഡ് ക്രഷ് എന്ന് പറയുന്നത് ചിലർക്കൊന്നും പിടിച്ചെന്ന് വരില്ല. അപ്പം അത്രത്തോളം വലിയൊരു മനസ്സുള്ള, കാര്യങ്ങൾ അതിന്റെ രീതിക്ക് കാണാനായിട്ട് കഴിവുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യന് കൊടുത്തിരിക്കുന്ന പേര്, അല്ലെങ്കിൽ അജു വർഗീസിന്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന പേര് ഗുണശേഖരൻ. ക്രഷ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്താണ് ക്രഷ്. ആ ഒരു സമയത്ത് ആ ഒരു കഥാപാത്രങ്ങൾക്കിടയിലുള്ള എന്താണ് റിലേഷൻഷിപ്പ് എന്നൊക്കെ ഉള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട് അതിന്റെ എഴുത്ത്. ഈ പറയുന്ന അജു വർഗീസ്, വനിത,
ഈ ഗോകുൽ എന്ന് പറയുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത് അതിനകത്തിലേക്ക് ഒരു ഇന്നസെൻസ് പെട്ടെന്ന് തന്നെ ഇഞ്ചെക്ട് ചെയ്യാൻ ആ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റിന് കഴിയുന്നുണ്ട്. ഇതൊരു സർക്യൂട്ടാണ്, ഒരു റോഡ് ട്രിപ്പാണ്. അച്ഛനും മകനും പെട്ടെന്ന് ഒരു ദിവസം ഒരു ബൈക്ക് യാത്രയിൽ ഒരു ചെറിയൊരു റോഡ് ട്രിപ്പിലേക്ക് പോകുന്ന പോലെയാണ്. അപ്പം ഇതിൽ വളരെ ബുദ്ധിപരമായിട്ട് അടുക്കിയിരിക്കുന്ന കുറെ എപ്പിസോഡ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ എപ്പിസോഡുകളിലൂടെയാണ് അൻപും ഈ അൻപിന്റെ അച്ഛനും കൂടെ കടന്നു പോകുന്നത്. കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ അൻപ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് കുറച്ച് തിരിച്ചറിവുകൾ, അതായത് അവൻ നേച്ചറിനോട് കൂടുതൽ അടുക്കുകയാണ്, പ്രകൃതിയോട് കൂടുതൽ എടുത്തിട്ട് അവന് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാവും. ഇവിടെ മറ്റൊരു എവല്യൂഷൻ നടക്കുന്നത് അൻപിന്റെ അച്ഛന്റെ കഥാപാത്രത്തിലാണ്. അതായത് അത്ര കൂളല്ലാത്ത ഒരു പ്രകൃതത്തിൽ നിന്നും ഒരു കൂൾ ഡാഡിയിലേക്ക് ഉള്ള ഒരു പരിണാമം ഈ പറയുന്ന അൻപിന്റെ അച്ഛന്റെ കഥാപാത്രത്തിലും സിനിമയുടെ അവസാനത്തോടുകൂടി നടക്കുന്നുണ്ട്. ഇതില് ഗ്രേസ് ആന്റണി അവതരിപ്പിച്ച കഥാപാത്രം അവസാനം എത്തുമ്പോഴത്തേക്ക് കുറച്ചൊരു ഫൺ എലമെന്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ കഥാപാത്രത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോകുൽ എന്ന് പറയുന്ന കഥാപാത്രം യു ആർ നോട്ട് എ ബ്ലസ്ഡ് സോൾ എന്ന് പറയുന്നുണ്ട് ഈ ഗ്രേസിന്റെ കഥാപാത്രത്തോട്. പക്ഷെ സിനിമയുടെ അവസാനത്തോടൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അതൊരു ബ്ലസ്ഡ് സോൾ തന്നെയാണെന്നുള്ളത്. അതാണ് ആ ഒരു കഥാപാത്രത്തിന്റെ ഡെഫിനിഷൻ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനിടയിൽ എടുത്തു പറയേണ്ട ഒരു എപ്പിസോഡ് ഞാൻ വിട്ടുപോയി. ഒരു ഡൈനോസർ എപ്പിസോഡുണ്ട്. അതായത് അൻപ് ഒരു വലിയൊരു ഡൈനോസറിനെ ഒരു മണ്ണിൽ വരച്ചിട്ട് അതിനെ ഒരു പ്രതിഫലമായിട്ട് ഒരു താറാമുട്ട കിട്ടുന്ന ഒരു എപ്പിസോഡ് കൂടി ഈ സിനിമയിലുണ്ട്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഡൈനോസർ എന്ന് പറയുന്നതിന് പോലും തമിഴിൽ ഒരു വാക്കുണ്ട്. അത് തുണുസാറ എന്നോ മറ്റോ ആണ് സിനിമയിൽ പറയുന്നത്. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നീട് സിനിമയുടെ അവസാനത്തോട് അടുക്കുമ്പോഴത്തേക്ക് മറ്റൊരു മലകയറ്റം കൂടെ ഉണ്ട്. അതായത് അൻപ് ഒരു മലയുടെ മുകളിൽ എത്തി നിന്നിട്ട് ഇതിന്റെ പുറകെ വെച്ചുപിടിക്കുന്ന അച്ഛനും അമ്മയും പാതി വഴിയിൽ അവരെത്തുമ്പോഴത്തേക്ക് അവൻ തിരിച്ച് താഴെ ഇറങ്ങിയിരിക്കും. എന്നിട്ട് ഇവർ തമ്മിൽ നടക്കുന്ന ഒരു ചോദ്യോത്തരം പോലെയുണ്ട്, ഒരു ചെറിയൊരു വിചാരണ പോലെയുണ്ട്. അപ്പോൾ അവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതായത് അച്ഛന്റെ അമ്മയുടെ പിന്നണിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മലയുടെ ഒരു വലിയ പച്ചപ്പും കാര്യങ്ങളും എല്ലാമാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതി ഒരുക്കി കൊടുത്ത ഒരു കോർട്ട് പോലെ ചിത്രീകരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം കാസ്റ്റിംഗ് ഈ തമിഴ് സിനിമയിൽ പ്രത്യേകിച്ച് ഈ ചൈൽഡ് ആർട്ടിസ്റ്റിനെയൊക്കെ ഈ ലെവലിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇവരെയൊക്കെ ഗ്രൂം ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. എനിക്ക് അടുത്ത കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് തമിഴിലെ മാരി സെൽവരാജിന്റെ വാഴയായിരുന്നു. അപ്പൊ അതിലെ ആ കുട്ടിയുടെ പ്രകടനം എന്ന് പറയുന്നത് വേറെ ലെവൽ പ്രകടനം തന്നെയാണ്. അവൻ നാഷണൽ അവാർഡ് തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ ടൂറിസ്റ്റ് ഫാമിലി കണ്ട് അതിലൊരു ചിന്ന പയ്യനുണ്ടായിരുന്നു. അവനും ഗംഭീര ആയിട്ടുള്ള ഒരു ഫണ്ണി പ്രകടനം അതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ മിഥിൽ റയാൻ എന്നാണ് അവന്റെ പേരെന്ന് തോന്നുന്നു. അവൻ ഗംഭീര പ്രകടനമായിരുന്നു. അൻപ് എന്ന് പറയുന്ന ക്യാരക്ടർ സത്യം പറഞ്ഞാൽ അവൻ അത് തന്നെയായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രകടനം. അത്തരത്തിലുള്ള ഒരു പേരൻസിന്റെ മകനാണ് എന്നുള്ള രീതിയിൽ തന്നെ അവൻ ചെയ്തു വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത്. ഗംഭീര പ്രകടനം. അതുപോലെ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും, ശിവ എന്ന് പറയുന്ന പുള്ളിക്ക് ഒരു പ്രത്യേകതരം രീതിയിലുള്ള മാനറിസംസും ഒരു ആക്ടിങ് രീതിയും ഒക്കെയാണുള്ളത്. അത് ഈ കഥാപാത്രത്തിന് കുറച്ച് ഫ്രഷ്നെസ് വേറൊരു രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഗ്രേസ് ആന്റണി ഗംഭീരമായ ഒരു പ്രകടനം. എനിക്കെന്ന് പറഞ്ഞാൽ തമിഴ് ഡെബ്യൂ ആണെന്ന് തോന്നുന്നു. ആണെങ്കിൽ തന്നെ അത് ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ സംവിധായകൻ, എനിക്ക് തോന്നുന്നു റാമിന്റെ തന്നെ ശബ്ദമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സംവിധായകൻ തന്നെ ഒടുവിൽ ഒരു മെസ്സേജ് പോലെ, ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി പോലെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ കണ്ട കഥ അല്ലെങ്കിൽ ഈ ചിത്രം എന്ന് പറയുന്നത് ഒരു പുതിയ കഥയോ കാര്യങ്ങളോ ഒന്നുമല്ല. കുട്ടികൾ ഒരു മലയിലേക്ക് ഓടി പോകുന്നതും മുട്ടു വയ്യാത്ത മാതാപിതാക്കൾ അതിന്റെ പുറകെ ബുദ്ധിമുട്ടി കയറി പോകുന്നതും ഒക്കെ ഒരു പുതിയ സംഭവമൊന്നുമല്ല. ഇത് കാലാകാലങ്ങളായിട്ട് നടക്കുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. എല്ലാ ആഗ്രഹങ്ങളും, കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും മാതാപിതാക്കൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അത് അണ്ടർസ്റ്റുഡ് ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ വൺസ് ഇൻ എ വൈൽ അവരെ കൊണ്ട് ഒരു യാത്ര പോവുക, ഒരു മല കയറാനോ അല്ലെങ്കിൽ ഒരു കുളത്തിൽ കുളിക്കാനോ അല്ലെങ്കിൽ പലപ്പോഴും ഒരു മൈതാനത്തിൽ പോയി ഫുട്ബോൾ കളിക്കാനോ ഒക്കെ സമയം കണ്ടെത്തുക. വൺസ് ഇൻ എ വൈൽ ഒരു ട്രിപ്പ് പോവുക, പറന്നു പോകും. വളരെ ആവറേജ് ആയിട്ട് തുടങ്ങി പയ്യെ കയറി ഈ ഒരു ഫീലിലേക്ക് പറന്നു പോ എന്ന് എഴുതി കാണിക്കുന്നിടത്ത് വളരെ സിമ്പിളായിട്ടും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും പറഞ്ഞു വരുന്ന ഒരു സ്റ്റോറി. അത് എല്ലാ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് പറന്നു പോകും. ഗംഭീരമായിട്ടുള്ള ഒരു തമിഴ് സിനിമ.